നമുക്കിന്ന് പാലക്കാട് ജില്ലയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ലൊക്കേഷൻ ആയിട്ടുള്ള കൊല്ലങ്കോടുള്ള കുറച്ച് കാഴ്ചകളൊക്കെ കാണാം കേട്ടോ. നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും ഭംഗിയുള്ള കുറേ സ്ഥലങ്ങളുടെ പട്ടികയിൽ ഇടം പിടിച്ചൊരു ഗ്രാമമാണ് ഈ കൊല്ലങ്കോട്. ഈ കൊല്ലങ്കോട് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ഗ്രാമമാണെങ്കിൽ ഈ ആൾക്കാരാണെങ്കിലും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ നമുക്ക് കുറച്ച് കാഴ്ചകളൊക്കെ കാണാം കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ പോകുന്നത് ഈ ചെല്ലഞ്ചേട്ടൻ്റെ ചായക്കടയിലേക്കാണ്. പാലക്കാട് വരുന്നവർ എന്തായാലും ഈ ലൊക്കേഷൻ വന്ന് കണ്ടിരിക്കണം കേട്ടോ. ഇപ്പോഴും പനയോല മേഞ്ഞൊരു ചായക്കടയാണിത്. നമ്മുടെ സിറ്റിയിൽ വല്ലതൊക്കെ ആയിരുന്നെങ്കിൽ ഇതൊക്കെ എപ്പോഴേ പൊളിച്ച് വല്ല ഹോട്ടലാക്കേണ്ട സമയം കഴിഞ്ഞു. എന്നാലും ഇതിപ്പോഴും ഈ പനയോല വെച്ച് നിലനിർത്തിയിരിക്കുന്നത് ഭയങ്കര ഒരു അത്ഭുതമുള്ള കാഴ്ച തന്നെയാണ്. നമ്മൾ കൊല്ലങ്കോട് വരുമ്പോൾ ആദ്യത്തെ അട്രാക്ഷൻ എന്ന് പറയാൻ പറ്റിയൊരു ഇടം കൂടിയാണ് ഈ ചെല്ലഞ്ചേട്ടൻ്റെ ചായക്കട. ഈ ചായക്കടക്ക് ശരിക്കും ഒത്തിരി വർഷത്തെ പഴക്കമുണ്ട്. ഈ ചായക്കടയുടെ അകത്ത് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പണ്ട് കാലത്ത് ഇവർ കൊടുത്തിരുന്ന ചായയുടെ വിലയൊരു പട്ടികയൊക്കെ കാണാൻ പറ്റും. ഇത് ശരിക്കും ഒരു കവല പോലത്തെ ഒരു സ്ഥലമാണ്. നമ്മൾ പണ്ട് മുത്തശ്ശി കഥകളിലൊക്കെ കേട്ടുകൊണ്ടിരുന്ന ഒരു ഇടത്തിൻ്റെ ഒരു ലുക്കാണ് ഈ ചായക്കട ഇരിക്കുന്ന ഒരു ഭാഗത്ത് വരുന്നത്. ഈ ഒരു ഗ്രാമത്തിൽ വന്ന് നമ്മൾ എവിടെ നോക്കിയാലും പഴമയാണ് കേട്ടോ. നമ്മുടെ സിറ്റിയിലൊക്കെ ആണെങ്കിൽ വീടുകൾക്കൊക്കെ മുതലാണെങ്കിൽ ഈ ഒരു ഭാഗത്ത് ഫുള്ള് വേലിയാണ്. അതും വൃക്ഷങ്ങളുടെ ശിഖരങ്ങളൊക്കെ കൊണ്ടാണ് ഈ ഒരു വേലിയൊക്കെ കെട്ടിയിരിക്കുന്നത്. ഇവിടുത്തെ ആൾക്കാരൊക്കെ ആണെങ്കിൽ ഒത്തിരി നിഷ്കളങ്കരാണ്. ഞാൻ ഈ ചായ കുടിക്കാൻ വേണ്ടി കടയിൽ കയറിയപ്പോൾ അവിടെ കണ്ടൊരു അപ്പൂപ്പനാണ് കേട്ടോ. ഈ അപ്പൂപ്പനുമായിട്ട് ഒത്തിരി നേരം ഞാൻ വർത്തമാനം പറഞ്ഞിരുന്നു. ഭയങ്കര നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ് കേട്ടോ ഈ ചായക്കടയുടെ. അവിടെ നേരെ നമ്മൾ കുറച്ചുകൂടി മുമ്പോട്ട് പോകുമ്പോൾ ചിങ്ങഞ്ചിറ പ്രകൃതി ക്ഷേത്രമുണ്ട്. കൊല്ലങ്കോട് വരുന്നവർ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട അടുത്തൊരു ലൊക്കേഷനാണിത്. ഈ ഒരു ഭാഗത്ത് നമ്മൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുള്ള് നമുക്ക് തണലാണ് ഫീൽ ചെയ്യുന്നത്. തണലെന്ന് പറയുന്നതിന് മേൽക്കൂരയോ കാര്യങ്ങളോ ഒന്നുമില്ല. ഫുള്ള് ഈ ആൽമര ഇങ്ങനെ പടർന്ന് നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഏരിയ ഫുള്ള് തണൽ. കറുപ്പ് സ്വാമി, വേലമ്മ എന്നിങ്ങനെ വേട്ടക്കാരായിട്ടുള്ള ശിവൻ്റെയും പാർവതിയുടെയും പ്രതിഷ്ഠയാണ് ഈ അമ്പലത്തിലുള്ളത്. ഇവിടെ ശ്രീകോവിലോ കാര്യങ്ങളോ ഒന്നുമില്ല. എല്ലാം ഈ ആൽമരത്തിൻ്റെ ചുവട്ടിലാണ് പ്രതിഷ്ഠയും എല്ലാം മറ്റും ഇരിക്കുന്നത്. ഈ ഒരു ക്ഷേത്രം ചിങ്ങഞ്ചിറ പ്രകൃതി ക്ഷേത്രമെന്നും ചിങ്ങഞ്ചിറ കറുപ്പ് സ്വാമി ക്ഷേത്രമെന്നും അറിയപ്പെടുന്നു. ഒരുപാട് സിനിമകൾക്ക് വേദിയായിട്ടുള്ള ലൊക്കേഷനാണ് കേട്ടോ ഈ ഇടം. നമ്മുടെ ഒടിയൻ സിനിമയിലേക്ക് കുറേ ഭാഗങ്ങളൊക്കെ ഈ സ്ഥലത്ത് ഷൂട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. കാര്യസാധ്യത്തിന് വേണ്ടി ഒരുപാട് വഴിപാടുകളൊക്കെ ഇവിടെ ആൾക്കാർ വന്ന് കഴിക്കുന്നതൊക്കെ നമുക്ക് കാണാമായിരുന്നു. ഈ ചെല്ലഞ്ചേട്ടൻ്റെ ചായക്കട കഴിഞ്ഞ് ഈ ഒരു ഭാഗത്തേക്ക് വേറെ കടയോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ. ഇവിടെ വരുമ്പോൾ ഈ അമ്പലത്തിലെ സാധനങ്ങളൊക്കെ വിൽക്കുന്നതിനായിട്ടൊരു പൂജാ സാധനങ്ങളൊക്കെ വിൽക്കുന്നൊരു കടയുണ്ട്. ഞാൻ ഈ ഒരു ഭാഗത്ത് വന്നപ്പോൾ നല്ല മഴയായിരുന്നു. അപ്പോൾ ഞാൻ ആ കടയിലെ ചേച്ചിയുടെ നിന്ന് ഒരു കുടയും മേടിച്ചിട്ടാണ് കേട്ടോ ഈ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി നടന്നത്. ആ അമ്പലത്തിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ അങ്ങോട്ടൊരു സ്ഥലമാണ് കേട്ടോ ഇത്. പാറയുടെ പുറത്തിരിക്കുന്നൊരു വീടും അതിൻ്റെ ഫ്രണ്ടിലായിട്ടൊരു കുളവും. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം നല്ല മഴയായതുകൊണ്ടാണ്, അല്ലെങ്കിൽ തൊട്ട് പുറകിലായിട്ട് തന്നെ നെല്ലിയാമ്പതി മലനിരകളൊക്കെ നമുക്ക് കാണാൻ പറ്റുമായിരുന്നു കേട്ടോ. എനിക്ക് കിട്ടിയ കുടയെന്ന് പറഞ്ഞാൽ ഇതുപോലെ വില്ലൊടിഞ്ഞൊരു കുടയാണ് കേട്ടോ. അത് കാരണം തന്നെ ഞാൻ റെയിൻകോട്ട് വിട്ടിട്ടുണ്ട്. പക്ഷെ എന്നാൽ പോലും കുറച്ചൊക്കെ നനയുന്നുണ്ട് കേട്ടോ. പക്ഷെ ഞാൻ പറയുന്നത് പാലക്കാട് നിങ്ങൾ വരുവാണെങ്കിൽ ഇതുപോലെ ചെറിയൊരു മഴ വേണം, എന്നാലേ പാലക്കാടിൻ്റെ ഭംഗി നമുക്ക് കാണാൻ പറ്റൂ. ആ അമ്പലം കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് പെരിങ്ങോട്ടുചേരി കളത്തിലേക്കാണ്. ഒത്തിരി ഫോട്ടോഷൂട്ടുകൾക്കും ഒത്തിരി റീൽസുകൾക്കും വേദിയായിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ ഇത്. ഞാൻ ചെന്ന സമയത്ത് പോലും കുറേ സേവ് ദ ഡേറ്റിൻ്റെ ഷൂട്ടും കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. ഈ സ്ഥലങ്ങൾ കാണാൻ വേണ്ടി ഒത്തിരി ആൾക്കാർ ഇവിടെ വരുന്നുണ്ട്. പിന്നെ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ കാറിനൊക്കെ വരുന്നവരാണെങ്കിൽ മാക്സിമം ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിടണം. ഞാൻ വന്ന സമയത്ത് ഒത്തിരി ആൾക്കാർക്ക് ഇവിടെ താമസിക്കുന്നവർക്ക് തന്നെ പോകാൻ പറ്റാത്ത രീതിക്കൊക്കെ ഇവിടെ കാണാൻ വരുന്നവർ വണ്ടി പാർക്ക് ചെയ്തിട്ടിരിക്കുന്നതൊക്കെ ഞാൻ കണ്ടു. അപ്പോൾ നമ്മൾ ഇതുപോലത്തെ സ്ഥലങ്ങളൊക്കെ ആസ്വദിക്കാൻ വരുന്നതിൽ യാതൊരുവിധ തെറ്റുമില്ല. പക്ഷേ ഇവിടുത്തെ പ്രദേശവാസികൾക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടും ഉണ്ടാക്കാതെ വേണം യാത്ര ചെയ്യാൻ വേണ്ടി. നമ്മളീ കാണുന്ന മലനിരകളെന്ന് പറയുന്ന നെല്ലിയാമ്പതി മലനിരകളാണ് കേട്ടോ. അതിൻ്റെ മേളിൽ നിന്ന് തന്നെ വെള്ളച്ചാട്ടങ്ങളൊക്കെ ഉത്ഭവിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇപ്പം മഴയായതുകൊണ്ട് തന്നെ നല്ലൊരു ക്ലൈമറ്റാണ് ഈ ഒരു ഏരിയയിൽ. ഇപ്പോൾ വെള്ളച്ചാട്ടമൊക്കെ നമുക്ക് ഇതുപോലെ മലയുടെ മേളിൽ നിന്ന് എവിടെ നോക്കിയാലും വീഴുന്ന കാണാൻ പറ്റും കേട്ടോ. അത് ഈ മഴ സീസണിൽ മാത്രം വന്നാലേ കാണാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇത് വരണ്ട് ഉണങ്ങി കിടക്കുന്നൊരു ഏരിയ ആണ്. ശരിക്കും നമ്മുടെ സങ്കല്പത്തിലെ കേരളം കാണണമെങ്കിൽ അത് പാലക്കാട് തന്നെ വന്നോന്ന് പറഞ്ഞാൽ വെറുതെ അല്ല. ഈ വിളഞ്ഞു നിൽക്കുന്ന നെൽപ്പാടങ്ങളും അതിൻ്റെ പുറകിലായിട്ട് തന്നെ ഇതുപോലത്തെ മലനിരകളൊക്കെ വേറെ ഒരു ഏരിയയിലും നമുക്ക് കാണാൻ പറ്റില്ല. പിന്നെ അവിടെ തന്നെയായിട്ട് ഒരുപാട് ചേച്ചിമാർ കൃഷിപ്പണിയൊക്കെ ചെയ്യുന്ന നമുക്ക് കാണാൻ പറ്റും. ഞാൻ അവരോട് ചെന്ന് ഒത്തിരി നേരം സംസാരിക്കുകയും ഇതുപോലെ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യുകയൊക്കെ ചെയ്തു. അവർ നല്ല സഹകരണമാട്ടോ. എല്ലാ കാര്യങ്ങളാണേലും നമുക്ക് പറഞ്ഞൊക്കെ തരും. നമ്മളോട് ഒത്തിരി വർത്തമാനം പറയാൻ കാര്യങ്ങളൊക്കെ ചെയ്യും. നമ്മുടെ ഈ സിറ്റിയിൽ പോലെ താമസിക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ നമ്മളോട് അത്ര ഇടപഴകത്തില്ല. പക്ഷേ ഈ പാലക്കാടുള്ള ആൾക്കാരെന്ന് പറയുന്നത് പ്രത്യേക ഒരു ആൾക്കാരാണ്. അവിടെ നേരെ നമുക്ക് അടുത്ത ലൊക്കേഷനിലേക്ക് പോവാം. സീതാർകുണ്ട് ഫൂട്ട് ഹിൽ വ്യൂ പോയിൻറ്റ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ്. പാലക്കാട് വരുമ്പോൾ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലം ഏതാണെന്ന് വെച്ചാൽ ഞാൻ ഇതാണെന്നേ പറയുള്ളൂ. നമ്മൾ റീൽസിലൊക്കെ ആണെങ്കിൽ ഈ ഒരു ഏരിയയുടെ വീഡിയോസ് കുറേ കണ്ടിട്ടുണ്ടാവും. ഓരോ തവണ വരുമ്പോഴും ഇവിടെ പല പല മാറ്റങ്ങളൊക്കെ കാണാൻ പറ്റും. ഞാൻ ആദ്യം വന്നപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ആരും ഇല്ലാത്തൊരു സ്ഥലമായിരുന്നു ഒത്തിരി വർഷങ്ങൾക്ക് മുന്നേ. പക്ഷേ ഇപ്പോൾ എന്ന് പറയുന്നത് ഇവിടെ ടൂറിസം ഒരു വ്യവസായമാണ്. ഇവിടെ ടിക്കറ്റ് വെച്ചുള്ള കൗണ്ടറും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം കേട്ടോ. ഇപ്പോൾ പണ്ട് കാലത്ത് ഇതൊന്നും ഇല്ലായിരുന്നു. നമുക്ക് ഈ
വയൽ മാത്രമല്ല, ഇവിടെ ആസ്വദിക്കാനായിട്ട് കുറേ സാധനങ്ങളും ഫോട്ടോഷൂട്ടിന് വേണ്ടി ഒരുപാട് പോയിൻ്റൊക്കെ ഇവിടുത്തെ ആൾക്കാർ ഒരുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ പാലക്കാട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിനായിട്ട് ഇതുപോലത്തെ ഗ്രാമങ്ങളിലേക്കൊക്കെ ഇറങ്ങണം. എന്താ ഭംഗിയെന്നറിയോ, അതിവിടെ വന്ന് അനുഭവിച്ചാലേ അറിയുള്ളൂ. എത്ര കണ്ടാലും മതി വരാത്തൊരു സ്ഥലം ഏതാണെന്ന് എന്നോട് ചോദിച്ചാൽ ഞാനത് ആദ്യം പാലക്കാടേ പറയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് വർഷാവർഷം ഒരു തവണയെങ്കിലും ഞാൻ ഈ പാലക്കാട് വരാറുണ്ട്. ഞാനിപ്പോൾ ഇത്തവണ വന്ന കാഴ്ചകളായിരിക്കില്ല അടുത്ത തവണ വരുമ്പോൾ പാലക്കാട് എനിക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നത്. നമ്മൾ പിന്നെ പോകുന്ന വഴിക്ക് കുടിലിടം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ നമുക്ക് വേണമെങ്കിൽ കയറിയാൽ മതി. അവിടെ ഇതുപോലെ ഫോട്ടോഷൂട്ടിന് വേണ്ടി അവിടെ ഇവിടെയായിട്ട് കുടിലുകളൊക്കെ വെച്ചിരിക്കുന്നത് നമുക്ക് കാണാം. പിന്നെ നമ്മൾ സെയിം സീതാർകുണ്ട് ഫുട് ഹിൽ വ്യൂ പോയിൻ്റിൽ കണ്ട അതേപടി തന്നെ അവസ്ഥയാണ്. നമ്മൾ വേറൊരു സ്ഥലത്ത് നിന്ന് അതുപോലെ കാണുന്നേ ഉള്ളൂ. സെയിം തന്നെയാണ്. വേണമെങ്കിൽ മാത്രം കയറിയാൽ മതി. ഇവിടെ കയറാൻ വേണ്ടി 20 രൂപയാണ് കേട്ടോ ഒരാൾക്ക് ടിക്കറ്റ്. 20 രൂപയെന്ന് വെച്ചാൽ നമുക്ക് എത്ര നേരം വേണമെങ്കിലും അവിടെ നിൽക്കാൻ പറ്റും. അവിടെ നിന്ന് നേരെ പിന്നെ നമ്മൾ പോയത് മുതലമട റെയിൽവേ സ്റ്റേഷനിലേക്കാണ്. ഒത്തിരി സിനിമകൾക്ക് വേദിയായിട്ടുള്ള ലൊക്കേഷനാണ് ഈ മുതലമട. നമ്മൾ മെയിനായിട്ട് എടുത്ത് പറയുകയാണെങ്കിൽ വെട്ടം സിനിമ ആരും മറക്കാൻ വഴിയില്ല. അതിൻ്റെ ഭൂരിഭാഗം സീൻസും ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഈ ഒരു റെയിൽവേ സ്റ്റേഷനിലാണ്. ഈ ഒരു ഏരിയയിൽ തന്നെയാണ് അതിൻ്റെ കംപ്ലീറ്റ് ഷൂട്ട് നടന്നത്. ഞാൻ ചെന്ന സമയത്ത് നിർഭാഗ്യവശാൽ എനിക്ക് ആ റെയിൽവേ സ്റ്റേഷനിൽ കയറാൻ സാധിച്ചില്ല, അതിൻ്റെ മെയിൻ്റനൻസ് നടക്കുന്നതുകൊണ്ട്. പക്ഷേ നിങ്ങളൊരു പക്ഷേ അടുത്ത തവണ ചെല്ലുമ്പോൾ അവിടെ കയറാൻ പറ്റുമായിരിക്കണം. അവിടെ നിന്ന് നേരെ ഞാൻ പോയത് വെങ്കലക്കയം ഡാമിലേക്കാണ് കേട്ടോ. ഇതൊരു ഡാമെന്ന് പറഞ്ഞാലും ഇത് ഇപ്പോൾ പ്രവർത്തിക്കുന്ന ഒരവസ്ഥയിലല്ല. നമുക്ക് ഇതുപോലെ ഇതിനകത്തേക്കൊക്കെ ഇറങ്ങാൻ പറ്റും. കരിമ്പനകളൊക്കെ ഇവിടെ ഒത്തിരി നിൽക്കുന്ന നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ഇതുപോലെ വരണ്ടുണങ്ങി കിടക്കുവാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ബൈക്കും കാറും ഒക്കെ ആയിട്ട് ഇതിൻ്റെ അകത്തേക്ക് ഇറങ്ങാൻ പറ്റും കേട്ടോ. ഈ ഡാമിൻ്റെ മേളിൽ കൂടി ഒരു റോഡുണ്ട്. അല്ല, നിങ്ങൾക്ക് ഇതുപോലെ താഴത്തേക്ക് ഇറങ്ങി ഫോട്ടോഷൂട്ടിനൊക്കെ ആണെങ്കിൽ ഇതും നല്ലൊരു ഓപ്ഷനാണ്. താഴത്തേക്ക് നമുക്ക് ഇതുപോലെ ഇറങ്ങാം, ബൈക്കൊക്കെ ഇവിടെ വെച്ചിട്ട് ഇതുപോലെ ഫോട്ടോയൊക്കെ എടുക്കാം കേട്ടോ. ഇത് നല്ല വേനലൊക്കെ ഉള്ളൊരു സമയമാണെങ്കിൽ ഇതിലും കുറച്ചുകൂടി പറ്റും. അപ്പോൾ കുറച്ചുകൂടി ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ ഈ സ്ഥലം. ഈ പാലക്കാട് നമ്മൾ വരുമ്പോൾ ഇതുപോലത്തെ കരിമ്പനകളൊക്കെ കാണുമ്പോൾ എനിക്ക് മനസ്സിലേക്ക് ഓർമ്മ വരുന്നത് ഒടിയൻ കഥകളാണ്. പണ്ട് കേട്ടിട്ടുള്ള നമ്മൾ ഒടിയൻ്റെ കഥകളിലൊക്കെ മെയിനായിട്ടുള്ള ലൊക്കേഷൻ ഈ പാലക്കാട് പൊള്ളാച്ചി ഏരിയയൊക്കെയാണ് കേട്ടോ. എത്ര കണ്ടാലും മതി വരാത്ത കാഴ്ചകളാണ് ഈ പാലക്കാടുള്ളത്. അപ്പോൾ പാലക്കാട് വന്നിട്ടുണ്ടെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് കാണാൻ പറ്റിയ കുറച്ച് സ്ഥലങ്ങൾ ഞാൻ നമ്മുടെ വീഡിയോയിലൂടെ കാണിച്ചു തന്നിട്ടുണ്ട്. സമയപരിധി മൂലം എനിക്ക് 2-3 സ്ഥലത്ത് പോകാൻ പറ്റിയില്ല. അതിപ്പോൾ നമ്മുടെ മലമ്പുഴയുടെ പുറകുവശം തെക്കേ മലമ്പുഴ, ആനക്കല്ല് വ്യൂ പോയിൻ്റ്, അവിടെയൊന്നും പോകാൻ പറ്റിയില്ല. പിന്നെ കൽപ്പാത്തി പോകണമെന്നുണ്ട്, അവിടെ പോകാൻ പറ്റിയില്ല. പിന്നെ മദർലാൻഡ് മസാല സോഡ കുടിക്കാൻ പോകണമെന്നുണ്ട്, അതിനും പറ്റിയില്ല. ഇവിടെയൊക്കെ ഞാൻ പോയിട്ടുള്ളതാണ്. പക്ഷേ ഇന്ന് എനിക്ക് വന്നപ്പോൾ പോകണമെന്നുണ്ടായിരുന്നു, പക്ഷേ എനിക്ക് പോകാൻ പറ്റിയില്ല. നിങ്ങൾക്ക് വൈകിട്ടൊക്കെ വരെ സമയമുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്നാൽ തീർച്ചയായിട്ടും അവിടെയും കൂടി പോകാൻ പറ്റും. നമ്മളിപ്പോൾ നിൽക്കുന്ന ലാസ്റ്റ് ലൊക്കേഷൻ വെങ്കലക്കയം ഡാമിൽ നിന്ന് ഏകദേശം 40 കിലോമീറ്ററോളം ഉണ്ട് മലമ്പുഴക്ക്. അപ്പോൾ 1 മണിക്കൂർ ഓട്ടം ഉണ്ട് ഇവിടെ നിന്ന്. എനിക്കിന്ന് മടിയായിട്ട് ഇത്ര സ്ഥലങ്ങൾ കവർ ചെയ്തുകൊണ്ട് എനിക്ക് മടിയായിട്ട് ഞാൻ പോകാത്തതാണ്. നിങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് ടൈമുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ അവിടെ കൂടി പോയി കവർ ചെയ്യാൻ ശ്രമിക്കും. അപ്പോൾ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് കാണാം. നമ്മൾ രാവിലെ ഏകദേശം 600 രൂപയ്ക്ക് പെട്രോൾ അടിച്ച് ഇറങ്ങിയിട്ട് ഏകദേശം 350 കിലോമീറ്റർ അടുത്ത് നമ്മൾ വണ്ടി ഓടിയിട്ടുണ്ട്. ഇത്രയും പെട്രോൾ നമ്മുടെ വണ്ടിയിൽ ബാക്കിയുമുണ്ട്. ഇത് ട്രിപ്പ് കഴിഞ്ഞിട്ടുള്ള പെട്രോളാണ് കേട്ടോ.